ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ഭാമ പറയണേ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ എനിക്ക്. എടാ, നീ അവരിവിടെ വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കില് എനിക്കൊരു ബലമായനെ. വിഷ്ണുവും ആകെ ടെൻഷനല്ല. ഭാമറിയും മോനെ നിന്റെ അച്ഛനാകെ തകർന്ന അവസ്ഥയിലാണ് മോനെ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, വന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. വിഷ്ണുക്കും അല്ലമ്മേ, ഇതിപ്പോ എത്ര രൂപയാ നമുക്ക് വന്നിരിക്കുന്ന ബാധ്യത? ഇതെല്ലാം ശാലിനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അതറിഞ്ഞാലല്ലേ ഇതെങ്ങനെ പരിഹരിക്കാന്ന് നമുക്ക് ചിന്തിക്കാനെങ്കിലും പറ്റുള്ളൂ. ഭാമറിയും അത് 15 കോടിയോളം രൂപയാടാ. വിഷ്ണുവും ഞെട്ടും. അങ്ങനെ ഭാമറിയും ആ ഉപേന്ദ്രനും മന്ത്രിയും കൂടെ നമ്മളെ ചതിച്ചതാടാ. വിഷ്ണുക്കും 15 കോടിയോ? അമ്മേ, ഭാമറിയും അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിന്റെ അടിവേരാ അവരെല്ലാവരും കൂടി ചേർന്നിളക്കിയത്. വിഷ്ണുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, എങ്കിലും പറയും അമ്മേ ടെൻഷൻ അടിക്കാതിരിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ വരാം, അമ്മ അച്ഛനോട് ടെൻഷൻ അടിക്കരുതെന്ന് പറയാട്ടോ. അത് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. വിഷ്ണു ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുന്നത് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണുട്ടാ എന്താ എന്ന് വെച്ചാൽ അടുത്തെല്ലുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ ശാലിനി കൈ പിടിക്കും. വിഷ്ണുട്ടാ എന്താ പറഞ്ഞിട്ട് പോ. ശാരദാമ്മ ഇങ്ങനെ അവിടെ നോക്കുന്നുണ്ട്. വിഷ്ണു ഒന്നും പറയുന്നില്ല. ശാലിനിയുടെ കൈ തൊട്ടിട്ട് പറയും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബിഗ് ഫ്രണ്ട് പോവാണോ എന്ന് വെച്ച് സത്യ വരും. ആ പോയിട്ട് വരേ എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കും. സത്യക്കും എന്നാ ഞാനും കൂടെ വരട്ടെ. വിഷ്ണു ആകെ ടെൻഷനിലാണ്. ശാലിനിയെ നോക്കും. മോളെ പിന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടിയാണ് പോകുന്നത്. അങ്ങനെ വണ്ടി എടുത്ത് വിഷ്ണു അവിടെ നിന്ന് പോവാണ്. ശാരദാമ്മ പുറത്തേക്ക് വരും. സത്യക്കും എന്താ അമ്മ ബിഗ് ഫ്രണ്ടിന് പറ്റിയത്? ശാലിനി പറയും അറിയില്ല മോളെ. ശാരദാമ്മ ഇതേ ചോദ്യം ചോദിക്കുമ്പോ ശാലിനി അറിയില്ലെന്ന് തന്നെയാ പറയുന്നത്. അങ്ങനെ അവര് വീട്ടിലേക്ക് പോകും. ശാരദാമ്മ വിചാരിക്കും ദേവി ഉള്ള സന്തോഷം വീണ്ടും. ശാലിനി ഇങ്ങനെ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നത്. വിഷ്ണു വീട്ടിലേക്ക് പോകുമ്പോ അന്ന് ശാലിനിയെ ചീത്ത പറഞ്ഞെന്ന് ശാലിനി വിഷ്ണുവോട് പറയുന്നുണ്ടല്ലോ. കാട്ടിലെ മരം മുറിക്കാൻ ലൈസൻസ് കൊടുത്തപ്പോ അനധികൃതമായിട്ട് അനുമതി തരാത്ത മരങ്ങളെ പരിസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് വെട്ടുക. ഇതിപ്പോ കോടതിയിലെത്തിയാല് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ മുൻപ് ശാലിനി എല്ലാത്തിനും ഒരു സൂചന കൊടുത്തിരുന്നല്ലോ. അതൊക്കെ ഇങ്ങനെ വിഷ്ണു ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഭാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഉപേന്ദ്രന് ആ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനിൽ സങ്കടം അടിച്ച് നിൽക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ്. സുസ്മിത ഇങ്ങനെ വിഷ്ണു സത്യം ഒരുമിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴായിരിക്കും അങ്ങോട്ട് ചിറ്റപ്പൻ ചിരിച്ചുകൊണ്ടൊരു കാറിൽ വന്ന് ഇറങ്ങുന്നേ. സുസ്മിത ഇങ്ങനെ ചാരുകസേരയിൽ ഇരുന്ന് ആടി കളിക്കുമ്പോ ബോസ് പറയും ഈ ആട്ടം പോരെ മോളെ, നല്ല ഊഞ്ഞാലിരുന്ന് ആടണം. ചിറ്റപ്പൻ വലിയ സന്തോഷത്തിലാണല്ലോ. ബോസ് പറയും പിന്നല്ലാതെ താ പിടിക്കി എന്ന് പറഞ്ഞ മധുരം കൊടുക്കുക. എന്തിനാന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോ ബോസ് പറയും എടുക്കും മോളെ. സുസ്മിത ഒരെണ്ണം എടുക്കുമ്പോ ബോസ് പറയും സർവേശ്വരൻ ചില കളികളൊക്കെ കളിക്കും. സംഗതി എല്ലാവർക്കും ഗുണദോഷം മിശ്രിതമായിട്ടാണ് സംഭവിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഗുണം മാത്രം ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാടി നിന്റെ ചിറ്റപ്പൻ സന്തോഷിക്കാതിരിക്കുന്നത്? സുസ്മിതയ്ക്കും വളച്ചു വിട്ടത് കാര്യം പറ ചിറ്റപ്പ. എടി എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. എടി ACP ചന്ദ്രബോസ് വീണ്ടും സർവീസിലേക്ക്. ഇത് കേൾക്കുമ്പോ സുസ്മിത ഇതായിരുന്നോ എന്നുള്ള വിചാരത്തില് ആ ലഡു അങ്ങ് ചുരുട്ടിക്കൂട്ടി താഴേക്ക് അങ്ങ് വലിച്ചെറിയും. എടി എന്താ ഇത്, ചിറ്റപ്പൻ സന്തോഷത്തോടു കൂടെ കൊണ്ടുവന്നതല്ലേ? സുസ്മിതയും സന്തോഷം ചിറ്റപ്പന് മാത്രം മതിയോ? എനിക്ക് വേണ്ടേ? എനിക്ക് സന്തോഷം കിട്ടാത്തത് കൊണ്ട് മാനസികമായി ചിറ്റപ്പന്റെ സന്തോഷത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. ബോസ് പറയും അങ്ങനെ മോൾക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ ചിറ്റപ്പന് അറിയേണ്ടതല്ലേ? നീ കാര്യം പറ. സുസ്മിത പറയും ഈ സങ്കടം ചിറ്റപ്പന് അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ വർഗശത്രുവിന്റെ പരാജയമല്ല ഇവിടെ നടന്നിരിക്കുന്നത്, വിജയാണ്. അതില് സന്തോഷിക്കാൻ ഈ സുസ്മിതയെ കിട്ടില്ല. ബോസ് വയ്ക്കും എന്റെ മോളെ എന്താന്ന് വെച്ചാൽ നീ തെളിയിച്ചു പറ. ഇപ്പൊ വളച്ചു കിട്ടുന്ന നീയാണേ. വിഷ്ണു ശാലിനി ഒന്നിച്ചതായിട്ട് എനിക്ക് വിവരം കിട്ടിച്ചിട്ടപ്പാ. രണ്ടുപേരും പുതുമോടികളെ പോലെ ബീച്ചിലും പാർക്കിലൊക്കെ കറങ്ങി നടക്കുക. 2 ധ്രുവങ്ങളിൽ ഇരിക്കേണ്ടവർ ഒന്നിച്ച് മധുവിധം ആഘോഷിച്ച് നടക്കുന്നു എന്ന് കേൾക്കുമ്പോ ആർക്കാ ചിറ്റപ്പ സന്തോഷം തോന്നുന്നത്? ഞാൻ സന്തോഷിക്കണമെങ്കിൽ അവർക്കിടയിൽ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ദുരന്തങ്ങൾ സംഭവിക്കണം, അല്ലെങ്കിൽ ഞാൻ നേറി ചാകും. അവരെങ്ങനെ ഒരുമിക്കാൻ എന്റെ സുസ്മിതയെ? അവരെന്നും അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എടി അവന്റെ അമ്മ സത്യഭാമയ്ക്ക് അവർക്ക് 4 ചുറ്റും കണ്ണും ചെവിയും ഉണ്ട്. ഇവരൊന്ന് അനങ്ങിയാൽ അവരറിയും. ആ സ്ഥിതിക്ക് ഒളിച്ചല്ലാതെ ഒന്നും മിണ്ടാൻ പോലും പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേ ഇപ്പൊ തന്നെ ആ കുട്ടിയുടെ കാര്യം. ഒരിക്കൽ പോലും ആ കുട്ടിയുടെ വിവരം സത്യഭാമയുടെ മുന്നിൽ അറിയിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. പിന്നെ എങ്ങനെ ഒന്നിക്കുന്നു നീ പറയുന്നത്? ചിറ്റപ്പ, സത്യഭാമയുടെ ജീവൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാ. അവനെ ആശ്രയിച്ച സത്യഭാമയുടെ അഹങ്കാരവും ആഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊപ്പം മകൻ നിൽക്കണമെങ്കിൽ അമ്മ ശാലിനിയെ അംഗീകരിച്ച് ഒക്കൂ എന്നൊരു നിലപാട് വിഷ്ണു എടുത്താൽ മകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മ അവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവരൊന്നിക്കില്ലേ? നമ്മൾ പൊക്കി കെട്ടിവെച്ചിരിക്കുന്ന ഈ ലക്ഷ്മണരേഖ
മറികടക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവര് ജയിക്കും, അവരൊന്നിക്കും. ചിറ്റപ്പ, അവരൊന്നിച്ചാൽ ഞാൻ ആണായിട്ട് പറയാ പിന്നെ ഈ സുസ്മിതയില്ല എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ എടി മോളെ എന്ന് പറഞ്ഞ സുസ്മിതയെ വിളിക്കുക. വരട്ടെ, നീ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എടി, നമുക്കൊപ്പോ അവിടുത്തെ വാൽഭാഗം ഉണ്ടല്ലോ, അവശേഷിക്കുന്ന അവശിഷ്ടം എന്ന് കരുതി പുറം തള്ളിയ പുറംപോക്ക് അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വിഷ്ണുവിനും ശാലിനിക്കും സത്യഭാമയ്ക്കും ഇടയിലേക്ക് അവനെ നമുക്കൊരു മനുഷ്യ ബോംബായി കടത്തിവിടാം. തൊട്ടാൽ പൊട്ടുന്ന മനുഷ്യ ബോംബ്. എടി, ചോറ് വാരിക്കൊടുത്ത കൈക്ക് ഇവൻ തന്നെ കൊത്തട്ടെ. സത്യഭാമയുടെ സാമ്രാജ്യത്തിന് ദത്തുപുത്രന്റെ സമ്മാനം. സുസ്മിതവരും പക്ഷേ എനിക്കിപ്പോഴും അവനെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ചിറ്റപ്പ. മൂക്കാരിൽ നിൽക്കോന്ന് ഒരു ആശങ്ക. പിന്നെയോർക്കും ലഹരി ഇപ്പൊ അവനൊരു മണവാട്ടിയാ. ആ മണവാട്ടിയുടെ കൈകൊണ്ട് തന്നെ അവനൊരു സുഖനിദ്രയും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. ദോസരം എടി, താളം തെറ്റി പറക്കുന്ന ഒരു പട്ടാണ് അവനിപ്പോ. തഞ്ചത്തിൽ തലോടിയാൽ തല വരെ വെട്ടി നമ്മുടെ സമക്ഷത്ത് വെച്ച് തരും. അതാണ് പൊരുത്തൊരു പരുവം. അറുക്കാൻ കിട്ടിയ മാടിനെ ഒറ്റ വെട്ടിനറുത്താൽ അതിനെന്ത് ത്രില്ലടിയുള്ളത്. വരട്ടെ, കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി നന്നായിട്ട് അടുത്ത ദിവസങ്ങൾ വരട്ടെ. ഇവനെ കൊണ്ട് തന്നെ നമുക്ക് സത്യഭാമയുടെ വീടിന്റെ അടിവേര് ഇളക്കി മറയ്ക്കണം. സത്യഭാമ ഞെട്ടും. വിഷമുള്ള പാമ്പിനെ പാലും പഴവും കൊടുത്തു വളർത്തിയനെ അവരവരെ തന്നെ ശപിക്കും. അതിനെ ഇവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സുസ്മിതയും അല്ലെങ്കിലും ശത്രുക്കളെ തകരുമ്പോ ചിറ്റപ്പന്റെ കണ്ണിൽ കാണുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാ. നേടി ജയിച്ചതിന്റെ ഒരു അഹങ്കാരം. അപ്പൊ ബോസ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അവിടെ പോയി ഒരു ലഡുവും കൂടെ എടുത്ത് സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണേ. മോളെ, ഇനി നീ ഇത് കഴിക്കും എന്ന് പറഞ്ഞ് കയ്യിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് കാര്യങ്ങൾ പറയാം. സുസ്മിതയ്ക്കും സത്യഭാമയുടെ ചാവടി യന്ത്രത്തിന്റെ വകയിരുത്താനാണോ ചിറ്റപ്പ? ബോസയ്ക്കും ഇനി എന്ത് ചാവല്? എടി, അവരിപ്പൊ ചാവാതെ ചത്തോണ്ടിരിക്കുക. ആകെ ഉണ്ടായിരുന്ന മൺതരി ഇപ്പൊ കാലിന്റെ ചവിട്ടുന്ന് ഒലിച്ചു പോകും. ഒന്ന് കയ്യെത്തി പിടിക്കാൻ മക്കളും മരുമക്കളും ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? അതായിപ്പോ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടിച്ചിറക്കി ശാലിനെയും വിഷ്ണുവിനെയും ആ കൊച്ചിനെ അടക്കം തെരുവിലേക്ക് ഇറക്കിയെന്നേ. അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? നമ്മുടെ പദ്ധതികളെല്ലാം 100% വിജയിച്ചതിന്റെ ഒരു സന്തോഷം. അതാണിപ്പോ ലഡുവിന്റെ രൂപത്തിൽ മോളുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ സുസ്മിതയ്ക്ക് കുറച്ച് സന്തോഷമാവുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടില്ല. ഇത് എന്ത് വിജയമാണ് ചിറ്റപ്പ? ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണു അല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. ബോസയ്ക്കും മനസ്സിലായില്ല. സുസ്മിതരും മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണുവും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താനാവില്ല. വിഷ്ണു ശാലിനിക്കൊപ്പം ഉണ്ടായ ഈ രാജ്യം പിടിച്ചടക്കിയ അഹന്തയായിരിക്കും അവൾക്ക്. അവളുടെ ഈ അഹങ്കാരം കാണാൻ പറ്റാത്തതുകൊണ്ട് ചിറ്റപ്പന്റെ സ്വന്തം സുസ്മിതയെ നാടുവിടേണ്ടി വരുമോ? ബോസ് പറയും, എടി, അക്കാര്യോർത്ത് നീ നാടുവിടേണ്ട കാര്യമൊന്നുമില്ല. ഈ കൂട്ടിച്ചേർത്ത കൈകൾ കൊണ്ട് തന്നെ കണ്ണുകൾ അറുത്ത് കർമ്മങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്കുണ്ട്. എടി മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടി വന്ന ചിറ്റപ്പൻ അതും ചെയ്യും. സുസ്മിത പറയും, അത് ചെയ്യണം ചിറ്റപ്പ. ശാലിനിയും വിഷ്ണുവും ഒന്നിച്ച് ജീവിക്കാൻ ഇട വന്നാൽ ഞാൻ പിന്നെ കാണുന്നത് എന്റെ മരണമാ. എനിക്കത് സഹിക്കില്ല, പിടിച്ചു നിൽക്കാനാവില്ല. ഇതെന്തൊരു പകയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നോട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, പക്ഷെ ഉത്തരം കിട്ടിയിട്ടില്ല. ബോസ് പറയും, അതിനുള്ള ഉത്തരം ഇനി നമുക്ക് തരുന്നത് അവനാണ്, രോഹിത്. ഇപ്പൊ നമ്മുടെ കയ്യിലെ കുട്ടിക്കുരങ്ങനവൻ. അവനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതും അവർക്കെതിരെയുള്ള കളികളാ. മോള് കണ്ടോ, അവരൊന്നിച്ചുള്ള ജീവിതം അല്പായുസാകാനുള്ള മന്ത്രം നമ്മൾ ഓതി കൊടുക്കുന്നതേ അവന്റെ കാതുകളിലാ. രോഹിത്തിന്റെ അവനെ കൊണ്ട് നമ്മൾ വാരിക്കാൻ പോകുന്നതേ ചുടുചോറ. ആ ചുടുചോറ് വന്ന് പതിക്കാൻ പോകുന്നതേ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജീവിതത്തിലാ. വിഷം അടി കുത്തിവെക്കാൻ പോകുന്നത് കൊടും വിഷം. സുസ്മിത പറയും, എന്ത് വിഷം കുത്തിവെച്ചാലും വേണ്ടിയില്ല, അവനും അവളോ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ചിറ്റപ്പന് എത്ര പണം വേണം ഞാൻ പറയാം, പക്ഷെ അതെല്ലാം ഇവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ദ്രോഹിക്കുമ്പോ ചിറ്റപ്പന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കും. ഇത് സുസ്മിത തരുന്ന വാക്കാ. ശത്രുവിനെ ഒതുക്കുന്ന കാര്യത്തിൽ സുസ്മിത ഒരു അക്ഷയപാത്രമാണ് ചിറ്റപ്പ, പണം ഒഴുക്കുന്ന അക്ഷയപാത്രം. ബോസ് പറയും, അച്ഛനും മക്കളും ഭാര്യയും ഒരുമിച്ച് ഒരു കൂരയിൽ ഒടുങ്ങി തീരുന്നതായിട്ട് മോളൊന്ന് സങ്കല്പിച്ചേ. ചുമ്മാ സങ്കല്പിക്കടേ. സുസ്മിത പറയും, സങ്കല്പിച്ചാ പിന്നെ അത് നടത്തണം, ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. ആഗ്രഹിച്ചു പോയാൽ അതിപ്പോ ചങ്ക് പറിച്ചു തരുന്ന എന്റെ ചങ്കായ പോലും സുസ്മിതയ്ക്ക് അത് കിട്ടണം. അതിന്റെ ഒരു വാശിയാ. ആ വാശിയാ എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഹലോ, മോളൊന്ന് വെയിറ്റ് ചെയ്യ്, ചിറ്റപ്പിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. പൊതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും തലയ്ക്കുമീതെ വട്ടമിട്ട് പറക്കാൻ പാകത്തിന് ഒരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണു തെറ്റിയാൽ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ അതുവിധത്തിൽ റാഞ്ചാൻ കഴിവുള്ള കഴുകൻ കണ്ണുകൾ അവൻ തീരുമാനിക്കും പിന്നെന്ത് വേണമെന്ന്. മക്കളെ വേണോ അതോ അച്ഛന് വേണോ, അതോ അല്ലെങ്കിൽ തന്റെ വേണോ? ആളെണ്ണം പറഞ്ഞ് വില പേശി തന്നെ അവൻ റാഞ്ചു. നമ്മളൊന്ന് പണം എറിഞ്ഞ് നിന്നു കൊടുത്താൽ മാത്രം മതി. സുസ്മിത പറയും, എന്നാ പിന്നെ ചിറ്റപ്പിനെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോ. പണത്തിന്റെ കാര്യം ഞാനും കറക്റ്റ് ചെയ്തോളാം. ബോസ് വരും, വരട്ടെ, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. രണ്ടാം വരവിലെ രണ്ടുപേരുടെയും മധുപിത രാവുകളല്ലേ, അതൊന്ന് ചൂട് പിടിച്ചു വരുമ്പോ നമുക്ക് ആളെ ഇറക്കാം. ഇണക്കുരുവികൾ സ്നേഹിച്ചിരിക്കുമ്പോ ഒന്നിനൊന്നിനെ നഷ്ടപ്പെടണം, എന്നാലേ വിരഹത്തിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റൂ. സ്നേഹിച്ച് ഉപ്പൂറ്റി വരെ എത്തുമ്പോ ഒരാളെ നമുക്കങ്ങ് പോക്കാം. അതാരെ വേണമെന്ന് കഴുകൻ തീരുമാനിക്കട്ടെ. ആ കഴുകൻ ഞാൻ തന്നെ ആവണമെന്നേ ഉടയ തമ്പുരാൻ കൽപ്പിച്ചാ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് അവരവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ച് ലക്കുകെട്ട് വെളിവില്ലാതെ ഒരു ഓട്ടോറിക്ഷയില് രോഹിത് സത്യമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണെങ്കില് സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും കുറച്ച് വേഷം കൂടെ ഉണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ ഭാമ ഇങ്ങനെ ടെൻഷനോട് നിൽക്കാ. പപ്പി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന എന്തോ എഴുതുന്നുണ്ട്. ജപ്തി നടപടിയെ കുറിച്ച് തന്നെയാണ് മനസ്സിലാക്കി ഇട്ടലക്കുന്നത്. ശേഷം അങ്ങോട്ടേക്ക് പിള്ളച്ചേട്ടനും രാഘവേട്ടനും കൂടെ വരിക. ഭാമേ, നമ്മളിനി ഭാമ തല താഴ്ത്തും, രക്ഷപ്പെടാൻ ഒരു വഴിയും മുന്നിൽ തെളിയുന്നില്ല അല്ലേ എന്ന് പറഞ്ഞ് തളർന്ന അവസ്ഥയിൽ അവിടെ ഇരിക്കുക. അപ്പോ അങ്ങോട്ട് ശ്യാമ വരും. അച്ഛാ, ഗുളിക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ കൊണ്ടുപോയിക്കോ അതൊക്കെ. ഇതൊക്കെ കഴിച്ച് ആയുസ്സും ആരോഗ്യവും നിലനിർത്തിയിട്ട് എന്താ കാര്യം? ഇവിടുന്ന് ഇറങ്ങും മുമ്പ് ജീവൻ അങ്ങ് പോയാല് അത്രയും നല്ലത്. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്ക് സങ്കടാവും. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷയില് രോഹിത് വന്ന് ഇറങ്ങുന്നതും എടി ശ്യാമേ എന്ന് നീട്ടി വിളിച്ചുകൊണ്ടാ വരുന്നത്. ഇവരെല്ലാവരും ഞെട്ടിലോടെ നോക്കും. വീണ്ടും രോഹിത് വിളിക്കും, എടി ശ്യാമേ ഇറങ്ങി വാടി ഇങ്ങോട്ടെ. ഇത് കേൾക്കുമ്പോ ശ്യാമ മെഡിസിനൊക്കെ അവിടെ വെച്ച് പോകാൻ തുടങ്ങും. മാമയ്ക്കും രോഹിത്തിന്റെ ശബ്ദമില്ല കേട്ടത്. ഇവനെന്താ പുറത്തുനിന്നുകൊണ്ട് ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്? രോഹിത് വയ്ക്കും, എന്നെ ഒരു പടുകുഴിയിലെ തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഒളിച്ചിരിക്കാനോടി, ഇറങ്ങി വാടി ഇങ്ങോട്ടെ. അപ്പൊ ശ്യാമ പോകാൻ നിൽക്കുമ്പോ നിക്കടയോടെ എന്ന് പറഞ്ഞ് ഭാമ പിടിച്ചു വെക്ക. അല്ല സത്യമേ രോഹിത്, ഭാമറിയും എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവൻ അകത്തോട്ട് വരട്ടെ, അല്ലാതെ പുറത്തു നിന്ന് ഒച്ച വെച്ച് ആളാവുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. അപ്പൊ പിന്നെ ശ്യാമ പോയില്ല. രോഹിത് വീണ്ടും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറാ. എടി ശ്യാമേ, അകത്ത് ചെല്ലുമ്പോ എല്ലാരെയും കാണുമ്പോ ആഹാ എല്ലാവരും ഉണ്ടല്ലോ, നന്നായി എന്നൊക്കെ ഇങ്ങനെ മദ്യപിച്ച് ഒരുമാതിരി കോലത്തിലാ വന്നിരിക്കുന്നത്. ഈ കൊലം കാണുമ്പോ തന്നെ എല്ലാരും ഞെട്ടിപ്പോണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമ രോഹിത്തിനോട് ദേഷ്യത്തിൽ നോക്കുന്നതൊക്കെയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് രോഹിത്തിന്റെ സംസാരം കേട്ട് രാഘവൻ നായരെ രോഹിത്തിന്റെ കരണം നോക്കി അടി വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൊല്ലുട നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോ എല്ലാരും പേടിക്കും. എന്നാ രോഹിത്തിന്റെ ശക്തി ഉപയോഗിച്ച് രാഘവൻ നായരെ, അതായത് അച്ഛനെന്ന് വിളിച്ചിരുന്ന ആ മനുഷ്യനെ ഒരൊറ്റ ഒന്ത് വെച്ചു കൊടുക്കുകയാണ്. രാഘവേട്ടൻ നേരെ സോഫയിൽ ചെന്ന് വീഴും. എല്ലാവരും ഞെട്ടും. ഈ ഒരു കാഴ്ച കണ്ടിട്ടായിരിക്കും വിഷ്ണു വരുന്നത്. ഡാ എന്ന് വിളിച്ചുകൊണ്ടാണ് വിഷ്ണു അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തില് രോഹിത്തിന്റെ കരണം നോക്കി ശ്യാമ അടിക്കുന്നതാണ്. അങ്ങനെ ശ്യാമയുടെ കയ്യിൽ നിന്നും ഒരെണ്ണം കിട്ടുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ എല്ലാവരുടെ കയ്യിൽ നിന്നും തല്ലിയിട്ടാണ്. പിന്നീട് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്തെ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറയും, നിന്നെ എന്റെ കയ്യിൽ കിട്ടുവടാ, നീ കരുതിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ടാണ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീട് നേരെ സുസ്മിതയുടെ അടുത്താ ചെല്ലുന്നത്. സുസ്മിതയോട് പറയും, ശ്യാമ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം, സത്യഭാമ അവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. ഇത് കേൾക്കുന്ന സുസ്മിത പറയും, ഇങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, അതിനുവേണ്ടി മേലാണെങ്കിൽ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷം ഇങ്ങനെ കുത്തി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്